Hey guys, this is AJ. Day 2 of ധനുഷ്കോടി ട്രിപ്പ്. രാമേശ്വരം പോകുമ്പോൾ മിസ്സാക്കാൻ പാടില്ലാത്ത 3 സ്ഥലങ്ങളാണ്. ആദ്യത്തേത് രാമനാഥസ്വാമി ടെമ്പിൾ. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ വാതിൽ വഴിയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഫുൾ കടകളാണ്. അത്യാവശ്യം ഷോപ്പിങ്ങുകൾ നടത്താം. പല ടൈപ്പിലുള്ള ശംഖുകൾ, കൊച്ചു കൊച്ചു വിഗ്രഹങ്ങൾ അതാണ് ഇവിടെ വിൽക്കുന്നത്. വീട്ടുകാരെ ഷോപ്പിങ്ങിന് വിട്ടിട്ട് ഞാൻ ഈ അമ്പലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. എല്ലാ അമ്പലങ്ങളിലും പോലെ തന്നെ ഇവിടെയും. പിന്നെ വീട്ടുകാരായിട്ട് കണ്ടുമുട്ടി അവരോടൊപ്പം ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്തു. അമ്പലത്തിലെ പ്രതിഷ്ഠകളെയും കണ്ട് ഒരു തമിഴ്നാട് സ്റ്റൈൽ കല്യാണവും കൂടി ഒരു സെൽഫിയും എടുത്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നേരെ ധനുഷ്കോടിയിലേക്ക് വിട്ടു. ചുറ്റും കാടുള്ള വഴികൾ കണ്ടിട്ട് മാഗ്രൂ പോലെ തോന്നി. പോകുന്ന വഴി കടലിന് നടുക്കൊരു ടെമ്പിള് കണ്ടു. നല്ല അടിപൊളി വ്യൂ. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. ടെമ്പിളിന് ചുറ്റും കടലും ഒരു സൈഡ് മാത്രം റോഡും. ഒരു മിനി ധനുഷ്കോടി എന്ന് തന്നെ പറയാം. ധനുഷ്കോടി പോകാൻ പെട്രോളിന് പൈസ ഇല്ലെങ്കിൽ ഇത് കണ്ടിട്ട് മടങ്ങി വരാം. അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെയും ധനുഷ്കോടി തിരിച്ചു. അവിടെ എത്താൻ 100 മീറ്റർ ബാക്കി. ഭയങ്കര തിരക്ക്. വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കടന്നു. ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി വിശപ്പും ക്ഷീണവും അങ്ങ് മാറ്റി. അവിടെ ഒരു ഇന്ത്യൻ എംബ്ലത്തിന്റെ സ്റ്റാച്ചു ഉണ്ട്. അതിന്റെ മണ്ടയിരുന്ന് സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്ത്. അവിടെ നിന്ന് ചുറ്റുമുള്ള കടലിന്റെ വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് ടിപ്പിലാണ് നിൽക്കുന്നത്. ശ്രീലങ്കയ്ക്ക് ഇവിടെ ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് കുറെ ഫോട്ടോസും എടുത്ത് രാമസേതുവും കണ്ട് നേരെ കഴിക്കണ കാര്യത്തിലേക്ക് അങ്ങ് കടന്നു. അവിടെ അടുത്തുള്ള ഒരു സീ ഫുഡ് കടയിലാണ് കയറിയത്. ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ വേറെ വരുന്നുണ്ട്. തിരിച്ചു പോണ വഴിക്ക് പഴയ ധനുഷ്കോടി സിറ്റിയിലൊന്ന് കയറി. അതേ ഗായ്സ്, ഇതൊരു വലിയ സിറ്റി ആയിരുന്നു. 1964 ചുഴലിക്കാറ്റിൽ നശിച്ചു പോയതാ. അവിടുത്തെ ചർച്ചും പൊളിഞ്ഞ കെട്ടിടങ്ങളെല്ലാം കണ്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. അടുത്തത് ഞങ്ങൾ പോകുന്ന കല്യാണം ഒന്നും സെറ്റ് ആവാത്ത 90s കിഡ്സിന് മോട്ടിവേഷൻ ആയ ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ്. വേറെ ആരുമല്ല, APJ അബ്ദുൽ കലാം. ഒരു സ്ട്രീറ്റ് വഴി നടന്നു വേണം അങ്ങോട്ടേക്ക് എത്താൻ. മ്യൂസിയത്തേക്കാണ് ആദ്യം പോയത്. ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുള്ളി ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ യുവതലമുറയ്ക്കുള്ള മോട്ടിവേഷൻ, അതൊക്കെയായിരുന്നു ആ മ്യൂസിയത്തിലുള്ളത്. മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. പിന്നെ കുറെ ആന്റിക്സ് ഓർണമെന്റ്സും വിൽക്കുന്ന കടകൾ. എന്നിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നീടാണ് മനസ്സിലായി ഇതാണ് കലാം സാറിന്റെ ഒറിജിനൽ വീട്. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ ഹോട്ടലിലേക്ക് പോയി. അപ്പൊ ഗായ്സ്, വീഡിയോയുടെ അടുത്ത പാർട്ട് ഉടനെ ഉണ്ടാവും എന്നാ തോന്നുന്നേ.